നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ത്യ ആക്രമിക്കാനായി ലക്ഷ്യമിട്ടെത്തിയ പാകിസ്ഥാൻ വ്യോമസേനയുടെ JF-17 യുദ്ധവിമാനം തകർത്തു. ചൈന സമ്മാനിച്ച യുദ്ധവിമാനവുമായി ജമ്മു കാശ്മീരിലെ അഗ്നൂർ മേഖലയിൽ വെച്ച് ആകാശ് മിസൈൽ ഉപയോഗിച്ചാണ് തകർത്തത്. അഗ്നൂർ മേഖലയിലെ സുങ്കലിനടുത്തുള്ള രാജാചക് ഗ്രാമത്തിലാണ് JF-17 തകർന്നു വീണത്. DRDO വികസിപ്പിച്ചെടുത്ത മിസൈലാണ് ആകാശ്. 15,500 ആകാശ് മിസൈലുകൾ ഇന്ത്യയിൽ സജ്ജമാണ്. 45 കിലോമീറ്റർ റേഞ്ചിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ആകാശ് മിസൈൽ രാജ്യത്തിന്റെ അഭിമാനമാണ്. ആക്രമണത്തിൽ പാകിസ്ഥാനിലെയും പക്കധീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ തകർത്തുവെന്ന് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ട മിഷനിലൂടെ പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്തതായും സൈന്യം അറിയിച്ചു. നീതി നടപ്പാക്കിയെന്ന് സൈന്യം എക്സിൽ പോസ്റ്റ് ചെയ്തു. ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടിലുണ്ട്. ബവൽപൂരിലും മുസാഫർബാദിലും കോട്ട്ലിയിലും മുറിഡ്കയിലും ആക്രമണം നടന്നു. മിസൈൽ ആക്രമണമാണ് നടന്നതെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണം ഭീകര കേന്ദ്രങ്ങൾക്ക് മാത്രമാണെന്ന് സേന വ്യക്തമാക്കി കഴിഞ്ഞു. പാക് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടില്ലെന്നും സൈന്യം അറിയിച്ചു. ആക്രമണത്തിൽ കൂടുതൽ വിവരങ്ങൾ ഉടൻ വെളിപ്പെടുത്തുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ആക്രമണങ്ങൾ പ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് നടന്നത്. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ ആദ്യ പ്രതികരണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. തിരിച്ചടി അറിഞ്ഞത് അല്പസമയം മുമ്പാണ്. എല്ലാം പെട്ടെന്ന് അവസാനിക്കട്ടെ എന്നും ട്രംപ് പറഞ്ഞു. ഇന്ത്യ സംയമനം പാലിക്കണമെന്ന് UN ആവശ്യപ്പെട്ടിട്ടുണ്ട്. പഹൽഗാമിൽ കഴിഞ്ഞ മാസം 22-ന് വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തിൽ 26 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിനൊരു തിരിച്ചടി നൽകാൻ സർക്കാർ സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയിരുന്നു. സൈന്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടും സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിക്കൊണ്ടും സൈന്യത്തെ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിലെടുത്തുകൊണ്ടുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ പൂർണ്ണ അധികാരം നൽകി രംഗത്ത് വന്നത്. അതുകൊണ്ട് തന്നെ സൈന്യത്തിന് ഏത് തരത്തിലുള്ള ഓപ്പറേഷൻ നടത്താനുള്ള പൂർണ്ണ അധികാരവും സജ്ജമാണ്.